ദൃശ്യമാധ്യമ പ്രവർത്തകർക്കിടയിൽ പ്രമുഖനായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനൽ ഒഴിവാക്കി അവിടെ നിന്ന് രാജിവെച്ച് ഏഷ്യാനെറ്റിലേക്ക് പോവുകയാണെന്നുള്ള വാർത്ത വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. മാത്രമല്ല സിന്ധു സൂര്യകുമാർ അവിടെ നിന്ന് രാജിവെക്കുകയാണെന്നും വലിയ രീതിയിൽ വലതുപക്ഷ ഹാൻഡിലുകളൊക്കെ ചർച്ചയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഇപ്പം എന്താണ് നമ്മുടെ അഭിപ്രായം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ സിന്ധു സൂര്യകുമാർ അവിടെ നിന്ന് രാജിവെക്കുകയാണ് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല. അതിലൊരു സാധ്യത വളരെ കുറവാണ്. കാരണം അതിൽ കേൾക്കുന്നൊരു വാർത്ത സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റിൽ നിന്ന് രാജിവെച്ച് മീഡിയ വണ്ണിലേക്ക് പോകുന്നൊക്കെയാണ് പല ആൾക്കാരും. അപ്പം അതൊക്കെ വെറും വാർത്തകൾ മാത്രമാണ്. ഒന്ന് അല്ല, ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ള പ്രധാന കാരണം നേരത്തെ തന്നെ അവർ BJP അതായത് മുതലാളി രാജീവ് ചന്ദ്രശേഖരനായിരുന്നിട്ടും BJPക്കെതിരെ വാർത്തകൾ ചെയ്യുന്നു, അവതരണങ്ങൾ നടത്തുന്നു സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റ്. അപ്പോൾ ഏഷ്യാനെറ്റിന് മേൽ ഒരു സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദുത്വ ആളുകളുടെ ഒരു ബഹിഷ്കരണം ഈ ഗൗതമൊക്കെ ഇത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ചിരിയാണ് വന്നെ യഥാർത്ഥത്തിൽ. എന്താ കാര്യം വെച്ചാൽ ഗൗതം നിങ്ങളൊരു പത്രത്തെ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തെ കണക്കു കൂട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിലൊന്ന്, ഏഷ്യാനെറ്റ് എന്തെങ്കിലും ഒരു കാലത്ത് BJP അനുകൂല ചാനലായിരുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നു അല്ല. പ്രോ BJP അനുകൂല ചാനലല്ല. ഇടതുപക്ഷം എന്ന് പറയുന്ന, അതായത് ഒരു ബ്രോഡർ ലെഫ്റ്റ് എന്ന് പറയുന്ന, അവർ CPM-നെയും പിണറായി വിജയനെയൊക്കെ എതിർക്കുന്നുണ്ട്. പക്ഷേ ഈ ബ്രോഡർ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിലുള്ള ആളുകളാണ് മിക്കവാറും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും മുകളിൽ ഇരുന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് ആ വിഭാഗത്തെ തന്നെ ഈ പറയുന്ന കൃത്യമായി അത് കാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ പോലും അവിടെ വന്നിട്ട് അവരുടെ ബിസിനസ്സിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നേരെ നിങ്ങൾ നാളെ മുതൽ പ്രോ BJP ആകണമെന്നൊന്നും അവരോട് പറയില്ല. കാരണം അദ്ദേഹം ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാജീവ് ചന്ദ്രശേഖർ ഇതിനകത്തേക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അത് സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം നിരവധി കമ്പനികളിൽ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്പനികളുടെ ഒന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരമോ ഡേ ടു ഡേ അഫയേഴ്സിൽ ഒന്നും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല. ഇപ്പൊ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ബൈജൂസ് ആപ്പിൽ മാർക്ക് സുക്കർബർഗ് ഇനീഷ്യേറ്റീവ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സുക്കർബർഗ് ആണോ ബൈജുവിന് ഓണർ? ആ ബൈജുവിന്റെ ഡേ ടു ഡേ അഫയേഴ്സ് സുക്കർബർഗിന് ഒരു തരത്തിലുള്ള സ്വാധീനവും ഇല്ല. കനേഡിയൻ പെൻഷൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിന് സ്വാധീനവും ഇല്ല. അപ്പൊ അത് ബിസിനസ്സിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് കൃത്യമായി പഠിക്കാത്തതുകൊണ്ടാണ്. കാരണം അതിന്റെ ഡയറക്ടർ ബോർഡിലോ പോളിസി ഡിസിഷൻസിലോ പോലും ഇടപെടുന്നതിൽ വലിയ പ്രശ്നമുണ്ട്. ഇത് രാജീവ് ചന്ദ്രശേഖർ ഒരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏഷ്യാനെറ്റിന് ഒരു ഇന്റർവ്യൂ കിട്ടണമെങ്കിൽ ഞാൻ അവരുടെ കാല് പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, മുതലാളിയായിട്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഈ മുതലാളിത്ത ലോകത്ത് അങ്ങനെ പല ഇൻവെസ്റ്റ്മെന്റുകളും ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഒരു ആൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് 9 കൊല്ലങ്ങൾ കഴിഞ്ഞ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഓഹരി വിൽക്കുമ്പോൾ അപ്പോൾ നഷ്ടത്തിലാവുന്ന ഒരു കമ്പനിയിൽ നിന്ന് 300 കോടി രൂപ കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത് വേറെ കാര്യം, അതോടെ നിൽക്കട്ടെ. പിന്നെ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചാനലുകൾ തമ്മിലുള്ള ഒരു വാറിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. ഇപ്പം റിപ്പോർട്ടർ ചാനൽ മുൻപന്തിയിലെത്തിയത് കഴിഞ്ഞ ആഴ്ച തന്നെ മുൻപന്തിയിലെത്തി. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കിടക്കാത്തത്. ഞാൻ അതിനു മുമ്പേ ഈ ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പേ യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ആരെങ്കിലും ഒരാൾ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റിനെ മറികടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിച്ച് പറഞ്ഞത് ഞാനാണ്. എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഉറപ്പായും ഈ പറയുന്ന വൈകാരിക പ്രകടനങ്ങൾ കൊണ്ടിട്ട് ഒരു ഇൻഫോർടൈൻമെന്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ന്യൂസിനെ മാറ്റിക്കൊണ്ട് അത് ഏറ്റവും ഭംഗിയായി ചെയ്യുന്നത് കൊണ്ട് ഉറപ്പായും നാഷണൽ ചാനലുകളിൽ അർണബ് ഗോസ്വാമിയൊക്കെ ചെയ്ത പോലെ തന്നെയുള്ള ഒരു പരിപാടി കൊണ്ട് ഇവിടെ കേരളത്തിലും ഏഷ്യാനെറ്റിനെ ഉറപ്പായിട്ടും റിപ്പോർട്ടർ ചാനൽ മറികടക്കും. യഥാർത്ഥത്തിൽ ഞാനെന്ന് പറഞ്ഞ വാചകം എക്സാക്ട്ലി ഇതാണ്. എൻ്റെ ആഗ്രഹം നേരെ തിരിച്ചാണെങ്കിലും, അതായത് ഏഷ്യാനെറ്റ് ഒന്നാമതായി നിൽക്കണം എന്നാണെങ്കിൽ പോലും ഉറപ്പായും ഇത് മറികടക്കും എന്നുള്ളത് ഫാക്റ്റാണ്. അപ്പൊ അങ്ങനെ മറികടന്നു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ ആഴ്ച തന്നെ മറികടന്നു. അതായത് 18ാമത്തെ ആഴ്ച മറികടന്നു. ഇപ്പൊ 19ാമത്തെ ആഴ്ച റേറ്റിംഗ് വരുമ്പോൾ വീണ്ടും 7 പോയിന്റുകൾ കൂടി റിപ്പോർട്ടർ മുൻപന്തിയിലേക്ക് എത്തിക്കുകയാണ്. യൂണിവേഴ്സൽ ഈ പറയുന്ന പോലെ ഓൾ കേരള എന്ന് പറയുന്ന മേഖലയിൽ അവർ മുൻപന്തിയിൽ എത്തിക്കുകയാണ്. ആ മുൻപന്തിയിലെത്താൻ യഥാർത്ഥത്തിൽ ഞാൻ ഗൗതമിനോട് പറയട്ടെ, ഇവർ പണ്ടേ മുൻപന്തിയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് റിപ്പോർട്ടർ, ചില ആളുകൾ പറയുന്നത് ഈ പറയുന്ന ബാർക്ക് റേറ്റിംഗിൽ ഈ തട്ടിപ്പാണ് ഇതെന്നൊക്കെ പറയാം. അല്ല, ബാർക്ക് റേറ്റിംഗ് തീർച്ചയായിട്ടും 1400 വീടുകളിൽ ഇത് ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതിൽ എറേഴ്സ് ഒക്കെ സംഭവിക്കാം. പക്ഷെ സിമ്പിളായി നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. എന്താണെന്നറിയോ,
യൂട്യൂബിൽ നിങ്ങൾ ലൈവ് എടുത്ത് നോക്കിയാൽ മതി, അതിലൊരു തെളിവും ചെയ്യാൻ മുൻപന്തി. അപ്പൊ ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വലിയ കാറ്റഗറി, അതായത് 15 വയസ്സിനും 45 വയസ്സിനും ഇടക്ക് കാണുന്ന കാറ്റഗറിയിലേക്ക് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ മുൻപന്തിയിൽ എത്തിയിട്ട് വർഷങ്ങളായി. അപ്പൊ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു നേട്ടം അവർക്ക് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ പോലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എന്താണെന്നറിയോ, ചാനലുകളുടെ എല്ലാം തന്നെ വിശ്വാസ്യത വലിയ തോതിൽ തകർന്നിരിക്കുകയാണ്. നമ്മുടെ പത്രങ്ങളുടെ വിശ്വാസം തകർന്നിരിക്കും. കാരണം ആളുകൾ ഒരു തമാശക്ക് ഇത് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലായ? അല്ലാതെ ഷിരൂരിൽ അർജുൻ നാളെ തിരിച്ചു വരൂലെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം, 7 ദിവസം കഴിയുമ്പോൾ അറിയാം. പക്ഷേ ആളുകൾ തമാശക്ക് ഇത് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വൈകാരിക പ്രകടനങ്ങൾ കറക്റ്റായി നന്നായി അഭിനയിക്കുകയാണ്. ഇപ്പം അരുൺകുമാർ സുഹൃത്താണ്, ഞാൻ പലതവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ ഉണ്ണി ബാലകൃഷ്ണനോട് ഞാൻ ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. കാരണം കഠിനാധ്വാനികളും പല രീതിയിൽ ക്വാളിറ്റിയുള്ള ആളുകളാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അരുൺകുമാർ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടാൽ എനിക്ക് ചിരി വന്നു പോയി. എന്താണെന്ന് വെച്ചാൽ ഒരു പട്ടിയെ ഇങ്ങനെ തടകിയിട്ട്, ഷിരൂരിലുള്ള ഒരു പട്ടിയെ തടകിയിട്ട് ഇവൻ ആരുടെയെങ്കിലും വീട്ടിൽ നന്നായി ജീവിച്ചതായിരിക്കാം, പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയതായിരിക്കാം, ഇവൻ അനാഥനായി പോയി, ഇതൊക്കെയുള്ള സെന്റിമെന്റ്സ് ആളുകളിലേക്ക്. അതായത് എനിക്ക് തോന്നുന്നു ഇനി വരും വർഷങ്ങളിൽ മാധ്യമ ക്ലാസ്സുകളിൽ ജേർണലിസ്റ്റുകളുടെ ക്ലാസ്സുകളിൽ അഭിനയം കൂടി പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അല്ല, തീർച്ചയായിട്ടും അഭിനയിക്കുക, അതുപോലെ നല്ല ഫേസ് ഉണ്ടാവുക. ആ ഫേസുകളിൽ വലിയ തോതിൽ ഇപ്പൊ സുജയ പാർവതിയൊക്കെ വരുന്നതിൻ്റെ ഒരു മേക്കപ്പ് തന്നെ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ ഇട്ടിട്ടായിരിക്കും മേക്കപ്പ് ഇട്ടിട്ട് പരിപാടിക്ക് വരിക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വലിയ ഭാഗമാകാൻ തുടങ്ങിയിരുന്നു. കാരണം വസ്തുതകളെ ദൈവം സംഭവങ്ങൾ സൃഷ്ടിച്ചാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ നിരവധി ഈ പറയുന്ന പോലെ എഡിറ്റേഴ്സ് നമുക്കുണ്ട്. ആ എഡിറ്റേഴ്സിൽ നിന്ന് ഇനി ഒന്നും സൃഷ്ടിച്ചില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുമെന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ചാനലിന്റെ സ്വഭാവത്തിലുള്ള ചാനലുകളാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൽ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനൽ വിടുന്നതുകൊണ്ട് റിപ്പോർട്ടറിന് വലിയ ഡാമേജ് ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഉണ്ണി ബാലകൃഷ്ണനാണ് അവരുടെ കുറച്ചെങ്കിലും ക്രെഡിബിൾ ആയിരുന്ന ഒരു മുഖമായിരുന്നു. മനസ്സിലായോ? ആ ക്രെഡിബിൾ ആയിരുന്ന മുഖവും അവരുടെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ വലിയ തോതിൽ അവരെ സഹായിച്ചിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്തു, അതിഗംഭീരമായി എന്ന് എനിക്ക് തോന്നുന്നൊരു വീഡിയോ ചെയ്ത് ഞാൻ ഇറക്കിയപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള ഏതാണ്ട് 250 കമൻറ്റുകളിൽ എന്നെ ലൈക്ക് ചെയ്തൊരു കമൻ്റ് ഉണ്ടായിരുന്നു. ഞാനത് ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. ആ കമൻറ്റ് എന്താ വെച്ചാൽ മറ്റൊരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ അതായത് പൊളിറ്റിക്കലി നമ്മൾ അനാലൈസ് ചെയ്തും അതുപോലെ തന്നെ ഇലക്ഷൻ ഫാനാണ്. അല്ല, ഞാൻ ഫാനൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ അതിശയം തോന്നി. മറ്റൊരു ഉണ്ണി ബാലകൃഷ്ണൻ തോന്നിയൊരു കമൻറ്റ് വരികയും അതിനേതാണ്ട് 100-200ഓളം ആളുകൾ അതിന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ട് പോയി. പക്ഷേ ഇവിടെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായ ഫാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ BJP എതിരാണെങ്കിൽ, ഹിന്ദുത്വ നെറേറ്റീവിനെതിരാണെങ്കിൽ അവരെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ പിന്തുടർന്ന് വരുന്നുണ്ട്. അതൊരു വസ്തുത തന്നെയല്ലേ. ഇപ്പം ഏഷ്യാനെറ്റിന് മേൽ ആദ്യം അതൊരു BJP ചാനലാണെന്ന് പറഞ്ഞുള്ള ചാപ്പകുത്തൽ ഈ ഇടതുപക്ഷ ആളുകളുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം അത് എന്താണ് BJP വിരുദ്ധ ചാനലാണെന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും രംഗത്ത് വരുന്നു. അല്ല, അതാണ് ഏഷ്യാനെറ്റ് എല്ലാ കാലത്തും അത്തരത്തിലുള്ള നിഷ്പക്ഷത പുലർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും പറഞ്ഞാൽ മഹാരാജാസ് കോളേജിൽ വെച്ചൊരു കാര്യം റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നു. കേരള പോലീസ് കേസെടുക്കുന്നു. പിന്നെ അതിനുശേഷം നമുക്കറിയാമല്ലോ, ഒരു പെൺകുട്ടിയെ തിരിച്ചിരുത്തി വീഡിയോ ചെയ്തു. അത് യഥാർത്ഥത്തിൽ ഒരു പ്രതീകാത്മകമായി ചെയ്തതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. അതിനുവേണ്ടി സിന്ധു സൂര്യമാരുടെ പേരിൽ പോക്സോ കേസ് എടുക്കുന്നു. അപ്പം ഇത്തരത്തിൽ ഞാൻ പറയുന്നത് കേരളത്തിൽ കുറച്ചെങ്കിലും ഒരു മാധ്യമ രംഗത്ത് ഒരു എത്തിക്സ് നിലനിർത്തിയിട്ടുള്ള ഒരു സ്ഥാപനം ഏഷ്യാനെറ്റാണ്, ഒരു സംശയമില്ല. ഇനി താങ്കൾ എന്നോട് ചോദിച്ചു ക്രെഡിബിലിറ്റി എന്തുകൊണ്ട് പോയിന്ന്. ഞാൻ പറയുന്നു ഈ ചാനലുകൾക്ക് മാത്രമല്ല, മനോരമക്കും മാതൃഭൂമിക്കും അടക്കം കേരളത്തിൽ ഒരു മാധ്യമത്തിനും ഇപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ അകത്തൊരു ഇൻഫ്ലുവൻസ് ഇല്ല. കാരണം നിങ്ങൾ അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. EK നായനാർ ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് മനോരമ ഒരു വലിയ ക്യാമ്പയിൻ നടത്തി. എന്താണെന്നറിയോ? കേരളത്തിൽ എന്തിനാണ് 21 മന്ത്രിമാർ, ഒരു 14 മന്ത്രിമാർ പോലെ ചെലവ് ചുരുക്കണ്ടേ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ EK നായനാർ ഗവൺമെന്റിൽ ആദ്യം 14 മന്ത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുജന അഭിപ്രായം രൂപപ്പെടുത്താൻ കഴിയുമായിരുന്ന മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഒന്നാമതെത്തിയാലും ഏഷ്യാനെറ്റ് രണ്ടാമതെത്തിയാലും മറ്റു പല സെഗ്മെന്റുകളിലും ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാമത്. ആ ഒന്നാമതെത്തുമ്പോഴൊക്കെ തന്നെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവർക്കാർക്കും തന്നെ, അതായത് പ്രത്യേകിച്ച് റിപ്പോർട്ടർക്ക് എത്രയും ഒന്നാമതല്ല, ഇനി ഏറ്റവും വലിയ ഒന്നാമത്തെ സ്ഥാനത്തെത്തിയാലും ആളുകളുടെ ഇടക്കോട്ട് ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. ആളുകൾ ഒരു തമാശയായി ഇത് കേൾക്കുന്നു എന്നുള്ളതിനുമപ്പുറം ഒരു കാരണവശാലും ഇതൊന്നും കേട്ട് ജനം വിശ്വസിക്കുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി പറയാം നിങ്ങളോട്. 2024 തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ കൊട്ടിഘോഷിച്ചൊരു കാര്യം,
അബ്കി പാർ ഈ പറയുന്ന പോലെ 400 പാർ 400 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും എല്ലാ പ്രീ പോൾ സർവേകളും പറഞ്ഞത് അതാണെങ്കിൽ ഏതാണ്ട് 1-2 പേര് മാത്രമേ അത് പറയാതിരുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ള എല്ലാവരെയും ജനം തിരസ്കരിച്ചു. കാരണം നിങ്ങൾ അർണബ് ഗോസ്വാമി ആണെങ്കിലും അരുൺകുമാർ ആണെങ്കിലും നാളെ സുജയ പാർവതി ആണെങ്കിലും നിങ്ങൾക്കിരുന്ന് വായിട്ടടിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതിൻ്റെ പുറത്തൊരു വിശ്വാസ്യതയില്ല. അത്തരത്തിൽ വിശ്വാസ്യത ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് കൃത്യമായി പറഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണൻ. ഞാൻ ഉണ്ണി ബാലകൃഷ്ണനെതിരെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഉണ്ണിക്ക് തന്നെ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോയില്ലെന്ന് എനിക്കറിയില്ല, കണ്ടിട്ടുണ്ട്. ഏതായാലും മറ്റേ ബ്ലൂടിക്ക് വീടുണ്ട്, ഞാൻ അവിടെ കണ്ടോന്ന് വിളിച്ചു ചോദിച്ചില്ല. ഞാൻ ഉണ്ണി ബാലകൃഷ്ണനെതിരെ ചെയ്തത് ഈ പറയുന്ന ഒരു മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വെളിപ്പെടുത്തലുണ്ടായല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് ആദ്യം SI പീഡിപ്പിച്ചു, പിന്നെ CI പീഡിപ്പിച്ചു, പിന്നെ DYSP പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ, SP വരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വെളിപ്പെടുത്തലുകൾ. ഈ വെളിപ്പെടുത്തലുകളുടെയൊക്കെ സമയത്ത് പുള്ളി അതിനെ കമ്പയർ ചെയ്ത് തെഹൽക്ക നടത്തിയിട്ടുള്ള ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്, വെസ്റ്റ് എൻഡ് ഓപ്പറേഷനുമായിട്ട്. ഞാൻ ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി ഇതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ന വീഡിയോ ചെയ്ത്. അപ്പൊ അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊരു അന്ധമായ ആരാധകനോ ഇല്ലായ്മത്ത ഒരാളൊന്നുമല്ല. പക്ഷെ ചില കാര്യങ്ങളിൽ വളരെ കൃത്യമായ ഒരു വിശകലനം നടത്താൻ കഴിവുള്ള മിടുക്കുള്ള ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ, അറിവുള്ള ഒരാളാണ്. ആ അറിവും മിടുക്കും പലപ്പോഴും അദ്ദേഹം ഇരുന്ന ചാനലുകളിലൊന്നും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഇതിനു മുമ്പ് അദ്ദേഹം ഈ ഒരു സ്പേസ്, അതായത് റിപ്പോർട്ടർ നൽകിയ ഒരു സ്പേസ് മറ്റു സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടില്ല. സ്പേസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരും കൊടുക്കേണ്ട പോലും ആവശ്യം ഉണ്ടായില്ല. വേണമെങ്കിൽ മാതൃഭൂമിയിൽ അദ്ദേഹത്തിന് നടപ്പിലാക്കാമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഷോ ഞാൻ ചെയ്യട്ടെ. അന്ന് ഈ ഒരു രീതി ആയിരുന്നില്ല. അല്ല, അതാണ് പ്രശ്നം. രീതി മാറി. ഈ ഉണ്ണി ബാലകൃഷ്ണനും വേണു ബാലകൃഷ്ണനും ഒക്കെ കൂടി തുടങ്ങിയിട്ടുള്ള ഒരു യൂട്യൂബ് പ്രസ്ഥാനമുണ്ട്, അറിയാലോ. ജോബി വർഗീസിന്റെ ഞാനൊന്നാമത്തെ എനിക്ക് ഇതിനോട് ഭയങ്കര ക്രേസ് ഉള്ളതുകൊണ്ട് ഞാനിതെല്ലാം ഭയങ്കര കീനായി ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. കേരളം മുഴുവൻ ഹോർഡിങ് വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണൻ ഇങ്ങനെ നിൽക്കുന്നു. ശശി തരൂരാണ് ഉദ്ഘാടനം ചെയ്തത്. മമ്മൂട്ടിയാണ് ഒന്ന് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്, മനസ്സിലായി. അപ്പൊ ശശി തരൂരാണ് ചാനൽ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ കൊടുത്തിട്ട് പറഞ്ഞത് ഇനിയാണ് മാറ്റം എന്നാണ്. ആകെ മാറിയത് ജോബി വർഗീസിന്റെ കയ്യിലുള്ള ഒരു 14 കോടി രൂപ അങ്ങോട്ട് മാറിക്കിട്ടി. അപ്പൊ അത് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണനെ ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ഒരാളാണെന്ന് മാതൃഭൂമി പോലും ഒന്നും തിരിച്ചറിഞ്ഞില്ല. മാതൃഭൂമിയിൽ അദ്ദേഹം തന്നെ ഹെഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും അറിയില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് സ്വന്തം കഴിവുകളെയും സ്വന്തം പ്രാഗൽഭ്യത്തെയും കുറിച്ച് കുറെ കൂടി സ്വയം മനസ്സിലാക്കിയ ഒരു ഉണ്ണി ബാലകൃഷ്ണനാണ് ഏഷ്യാനെറ്റിലേക്ക് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഏഷ്യാനെറ്റിൽ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ഒരു പരിപാടി ഉണ്ണിയുടെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ആളുകൾ കുറച്ച് കുറവാണ് അതിനകത്ത്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ സിന്ധു സൂര്യകുമാറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ ഇരുന്നുകൊണ്ട് വിനു ബാലകൃഷ്ണനൊക്കെ ഇരുന്നുകൊണ്ട് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്താൽ തീർച്ചയായിട്ടും ആ പ്രോഗ്രാം കാണാൻ നിരവധി ആളുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല. പിന്നെ റിപ്പോർട്ടറിന്റെ തന്ത്രം നടക്കില്ല. കാരണം റിപ്പോർട്ടർ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ചർച്ച നടത്താൻ അവർക്ക് പുറത്തുനിന്ന് ആളെ ഒന്നും വിളിക്കണ്ടായിരിക്കില്ല. കാരണം RSSന് സുജയ പാർവതി ഉണ്ട്, കോൺഗ്രസിന് അനുകൂലമായിട്ട് സ്മൃതി പരുത്തിക്കാടുണ്ട്, പിന്നെ CPM-ന് വേണ്ടിയിട്ട് എന്തുണ്ട് അരുൺകുമാർ ഉണ്ട്, പിന്നെ ഒരു കുറച്ചുകൂടി നിഷ്പക്ഷമാണെങ്കിലും ഒരു ബ്രോഡർ ഇടതുപക്ഷത്തേക്ക് ശരിക്കും പറഞ്ഞ ഉണ്ണി ബാലകൃഷ്ണൻ. അപ്പൊ അത്തരത്തിലുള്ള സൗകര്യം മുതലാളിയുണ്ട്. അപ്പൊ മുതലാളിയെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. പുള്ളി പലപ്പോഴും വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നു എന്നല്ലാതെ പിന്നെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഉണ്ണിയുടെയൊക്കെ മുഖം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്താണ് സംഭവം. അപ്പൊ അതുകൊണ്ട് അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. പിന്നെ പുള്ളി സത്യത്തിൽ സംസാരിക്കുന്നത് പലപ്പോഴും ആ ചാനലിലേക്ക് കുറച്ച് മുമ്പ് എത്തിയിട്ട് ഇവരോടൊക്കെ ആദ്യം സംസാരിച്ചിട്ടാണ് എന്തൊക്കെയുണ്ട് കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. അതിൽ ഞാനിപ്പോൾ അതിൻ്റെ കുറ്റം പറയുന്നൊന്നുമില്ല, അതിൻ്റെ അറിവില്ലാത്ത ഒരാളൊന്നുമല്ല. പക്ഷെ അതിനുള്ള സമയമൊന്നും അദ്ദേഹത്തിന് ഇല്ല. പിന്നെ ഇവരുടെ ഒന്നും ഒരു ഇപ്പോൾ ഉണ്ണിയെ സംബന്ധിച്ച് ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചതോ ഡൽഹിയിലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് അത് കൃത്യമായി നേരിട്ട് റിപ്പോർട്ട് ചെയ്താണ്. ആദ്യം കലാകൗമുദിയിലാണ് വർക്ക് ചെയ്തത്, പിന്നീട് ഏഷ്യാനെറ്റിൽ നിരവധി കാലം ഉണ്ടായി, പിന്നീടാണ് മാതൃഭൂമിയിലൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ആ കാലയളവിൽ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന കാലയളവിൽ തന്നെ നിരവധിയായിട്ടുള്ള ഇത്തരം താങ്കളിപ്പം പറഞ്ഞ പോലുള്ള ഏറ്റവും വലിയ തമാശ കൂടി എന്താണെന്നറിയോ, അത് ജേർണലിസ്റ്റുകളൊക്കെ കേൾക്കേണ്ടതാണ്. താങ്കളെ പോലെയുള്ള ആളുകളൊക്കെ ജേർണലിസം പഠിക്കാത്ത ഒരാളാണ് ഉണ്ണി. അതായത് ജേർണലിസ്റ്റ് ഒന്നും പഠിക്കേണ്ടതായിരിക്കില്ല. കാരണം കലാകൗമുദിയിൽ പോലെ അദ്ദേഹം നന്നായി കഥകൾ എഴുതുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വീണ്ടും കുറച്ച് തത്വചിന്താപരമായ ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിൽ ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ മൈനസ് ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ വലിയ തോതിൽ ഡാമേജ് ഉണ്ടാകും. വലിയൊരു എന്താണ് പ്രശ്നമായിരിക്കും റിപ്പോർട്ടറുടെ ഒരു പ്രശ്നമായിരിക്കും. റിപ്പോർട്ടർ അത് ആരവച്ച് റീപ്ലേസ് ചെയ്യുമെന്ന് ഞാൻ നോക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തത് ഉണ്ണി നേരത്തെ തന്നെ പോകുമെന്ന് വിചാരിച്ചാണ് അവിടെ ഇരുന്നത്. കാരണം NDTV മലയാളം ചാനൽ തുടങ്ങുന്നു എന്നാണ് ഏറ്റവും ആദ്യം കേട്ടിരുന്നത്. ഇപ്പോൾ ഉണ്ണി ഏഷ്യാനെറ്റിലേക്ക് പോകുന്നു. ഇനി അടുത്ത ഏഷ്യാനെറ്റിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് ഇനി മസിലൊന്നും പിടിച്ചിട്ട് കാര്യമില്ല. ഏഷ്യാനെറ്റ് കുറച്ചുകൂടി ആളുകളിലേക്ക് ഫ്രീ ആകുന്ന റീച്ച് ആകുന്ന ലെവലിലേക്ക് എത്തിയേ. അല്ല, ഈ റീച്ചിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഫാക്റ്റിൽ അല്പം വെള്ളം ചേർക്കേണ്ടി വരുമോ? ഏതാ
റീച്ചിന് വേണ്ടി ഈ ഫാക്റ്റിൽ വലിയ തോതിൽ കുഴപ്പം പറ്റിയ ഒരാഴ്ചയിലാണ് റിപ്പോർട്ടർ ഒന്നാമതെത്തിയെന്ന് നിങ്ങൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഫാക്റ്റിൽ വസ്തുതകളിൽ ഏറ്റവും വലിയ വെള്ളം ചേർക്കലുണ്ടായ ഒരു ആഴ്ചയിലാണ് റിപ്പോർട്ടർ ഒന്നാമതെത്തിയെന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ എയർപോർട്ടുകളൊക്കെ അടച്ചുപൂട്ടി എന്ന് പറഞ്ഞ് വാർത്ത വിട്ട ആഴ്ചയിലാണ് കൃത്യമായിട്ട് ഒന്നാമത് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ജനത്തിന് ഇനിയിപ്പോൾ ഗൗതം ഇരുന്ന് കുറച്ച് നുണ പറഞ്ഞാലും രതീഷ് ചക്രവാണി നുണ പറഞ്ഞാലും കുഴപ്പമില്ല, കേൾക്കാനൊക്കെ ഒരു രസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കാം എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ ജനം എത്തി നിൽക്കുന്നത്. അത് പലപ്പോഴും ന്യൂസ് അറിയണം എന്ന ആവശ്യം പോലുമല്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലക്ക് ഇതെന്ത് ചെയ്യുന്നു, കാണുന്നു. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇപ്പോൾ ഇവരുടെ തന്നെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം റിപ്പോർട്ടറിൻ്റെ ഏതായിരുന്നു? നിങ്ങളൊന്നും അടുത്ത് നോക്കൂ, അത് ഈ പറയുന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് ആയിരുന്നു. ആ മീറ്റ് ദ എഡിറ്റേഴ്സ് അല്ല, മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വേറൊരു ഫോർമാറ്റ്, അതല്ല ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് ആണ്. ആ മീറ്റ് ദ എഡിറ്റേഴ്സ് ഒന്നും കാണാൻ ഒരു മനുഷ്യൻ അതിലൊന്നും കഥയില്ല. ഇതിൽ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ ആളുകൾ തമ്മിൽ തല്ലുപിടിക്കുന്ന എപ്പിസോഡുകൾക്കാണ് വലിയ തോതിൽ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ തല്ലുപിടിച്ചാൽ ആളുകൾ കാണും. ആ ലെവലിലേക്ക് നമ്മുടെ മാധ്യമ സംസ്കാരം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലിപ്പം പലവരും പറയുന്നത് ഇനിയിപ്പം ഏഷ്യാനെറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉണ്ണി ബാലകൃഷ്ണന്റെ കൂടെ തന്നെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അഭിലാഷാണ് മാതൃഭൂമിയിൽ നിന്ന്. അത്തരത്തിലുള്ള ചില സംസാരങ്ങളും വരുന്നുണ്ട്. മാതൃഭൂമിയിൽ നിന്ന് അഭിലാഷും കൂടി ഇങ്ങോട്ട് എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. എനിക്കിപ്പോൾ അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മാതൃഭൂമിയിലെ അഭിലാഷുമായിട്ട് ഏഷ്യാനെറ്റ് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിയുന്ന വിവരം. അത് എത്തിയേക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം അങ്ങനെ എത്തിയാൽ അതൊരു വലിയ ടീമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അഭിലാഷിനെ സംബന്ധിച്ചോളം ഒരു ചെറിയ മാർക്സിസ്റ്റ് അന്ധതയുണ്ട് എന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഡെപ്തുള്ള, അതായത് ഇൻഡെപ്തായി കാര്യങ്ങൾ അറിയുന്ന മാധ്യമപ്രവർത്തകനാണ്. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, BJPയുടെ ഒരു ശിവശങ്കരനൊക്കെ ആയിട്ട് തർക്കമുണ്ടാവുകയും പിന്നീട് പുസ്തകം എടുത്ത് നോക്കുകയൊക്കെ ചെയ്തപ്പോൾ അഭിലാഷ് പറഞ്ഞതായിരുന്നു കറക്റ്റ്. അപ്പോൾ അഭിലാഷ് അത്തരത്തിൽ വളരെ കൃത്യമായി സീരിയസ് ആയി കാര്യങ്ങളെ അപഗ്രഥിക്കുന്ന ഒരാളാണ്. ബാക്കി പല മാധ്യമപ്രവർത്തകരും, ഞാനിപ്പോൾ അവരുടെ പേര് പറയുന്നില്ല, എനിക്ക് പരിചയമുള്ളവരായതുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടറിലൊക്കെ തന്നെയുള്ള പല മാധ്യമപ്രവർത്തകരും ഈ ഫേമസ് ആണ് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ പോലും ഒരു മീഡിയോക്കർ, ശരിക്കും പറഞ്ഞാൽ ആ ലെവലിലേക്കൊന്നും എത്തേണ്ട ആളുകൾ അല്ല. പക്ഷെ അവരൊക്കെ ഭാഗ്യത്തിന് ഏതെങ്കിലും ഒരു സൈഡ് നിൽക്കുന്നതുകൊണ്ട് മാത്രം അവിടെ എത്തിപ്പെട്ട ആളുകളാണ്. പിന്നെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാനും താളം തല്ലാനും കൃത്യമായി ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനും ഒക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു കാര്യം. കാരണം കുറച്ചുകൂടി ടൈറ്റായ ഒരു പോരാട്ടത്തിലേക്ക് കേരളത്തിലെ മാധ്യമരംഗം കടക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷം. നേരത്തെ വലിയ രീതിയിൽ വിവാദമായതായിരുന്നു ഈ സിന്ധു സൂര്യകുമാർ കുംഭമേളയെക്കുറിച്ച് നടത്തിയൊരു അവതരണം. അതിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കുംഭമേളയെ ആക്ഷേപിച്ചു. അവിടെ എത്തുന്നത് ആളുകൾ, നിരവധി ആളുകൾ കേരളത്തിൽ നിന്ന് പോകുന്നു, അത് BJPക്ക് ഉണ്ടാകുന്ന സ്വാധീനത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇടതുപക്ഷത്തിന് ഇത് തടയാൻ വേണ്ടി സാധിച്ചോ തുടങ്ങിയ രീതിയിലാണ് അവർ അത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇടതുപക്ഷത്തിനും CPMനും എന്തു പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ വിശകലനം ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇടതുപക്ഷത്തിനും CPMനും പറ്റിയ ഏറ്റവും ആദ്യത്തെ അടി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിന്നും CPM പതുക്കെ അപ്രത്യക്ഷമാവുകയും ആ സ്ഥലങ്ങളിലേക്ക് ഈ പറയുന്ന റൈറ്റ് വിങ് ഹിന്ദുത്വയുടെ ആളുകളൊക്കെ അത് പിടിച്ചെടുക്കുകയും ചെയ്യുന്നൊരു ലെവലിലേക്ക് വന്നു എന്നാണ്. നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് അത് കുഴപ്പമില്ല, അല്ല അത് പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നിർമാല്യം പോലൊരു സിനിമ ഇനി ഒരിക്കലും എടുക്കാൻ കഴിയാത്ത ലെവലിലേക്ക് കേരളം മാറി. അതായത് വെളിച്ചപ്പാട് ദേവന്റെ മുഖത്ത് വന്നൊരു കാര്യം ഇനി ഒരിക്കലും നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ ലെവലിലേക്ക് മാറിയതാണ്. യഥാർത്ഥത്തിൽ സിന്ധു സൂര്യകുമാർ പറഞ്ഞതിൽ തെറ്റൊന്നുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സിന്ധു സൂര്യകുമാർ കൃത്യമായിട്ട് അത് അതിൽ ഇത്രമാത്രം വിരളറി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ വിരൽ പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ സിന്ധു സൂര്യകുമാർ നേരത്തെ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് പോക്സോ കേസിൽ പ്രതിയായി, എന്തുകൊണ്ടാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ ആക്രമണം ഏൽക്കേണ്ടി വന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, വളരുന്ന അസഹിഷ്ണുതയാണ്. ആ അസഹിഷ്ണുത എന്ന് പറയുന്നത് നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ ഫാസിസത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കലാണ്. അതാണ് അതിൻ്റെ കാര്യം.